മുഖലക്ഷണം നോക്കിയില്ലേലും ജോലിസ് നോക്കലുണ്ടല്ലോ. ആ കള്ള ജോലിസിനെ അപ്പച്ചി പഴയതുപോലെ വിലക്കെടുത്ത് കൊണ്ടുവന്നാണോ? ജഗ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റി. പക്ഷെ ഇപ്പോഴങ്ങനല്ല. ശരി, ആയിക്കോട്ടെ. ആ ത്രികാലജ്ഞാനി ആ ജോലിസൻ എന്തൊക്കെയാണോ പ്രവചിച്ചത്? ആ, നിനക്ക് പുച്ഛം. എടാ, ശാസ്ത്രവിധികളൊന്നും തെറ്റാറില്ല. ജാതകദോഷം ദോഷം തന്നെയാണ്. ആ, അല്ലേലും നിന്നോട് വാദിച്ച് ജയിക്കാനൊന്നും ഞാനില്ല. അനുഭവിക്കാനുള്ളവർ അനുഭവിച്ചു. കണ്ടാൽ അറിയാത്തവനെ കൊണ്ടാൽ അറിയും. അപ്പച്ചി, ഇനി ഈ ജോലിസനല്ല, അങ്ങ് കൈലാസത്തിൽ നിന്ന് അഖിലാണ്ടപതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ ജഗന് വന്ദനെ വിട്ടൊരു ലോകമില്ല. വന്ദനയിൽ നിന്ന് എന്നെ പിരിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട. എനിക്കോ വന്ദനയ്ക്കോ എതിരെ ആരെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയാൽ ആ വിരല് ഞാൻ ഒടിക്കും. അച്ഛന്റെ ഒരേ ഒരു പെങ്ങളല്ലേ, അതുകൊണ്ട് അപ്പച്ചിക്ക് മാത്രം ഒരു ചെറിയ കൺസെഷൻ. ഒരിക്കലും തടവിലൊന്നുമല്ല, ഒല്ലും ഞാൻ. അല്ല, മരുമോളൊന്നും ചെയ്യില്ലേ? ചന്ദ്രികാമ്മ അങ്ങോട്ട് മാറി നിൽക്ക്. തുണിയല്ല ഞാൻ അലക്കിത്തരാം. അയ്യോ വേണ്ട മോളെ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഇപ്പൊ പോയിക്കോ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതാരാ സഹായിക്കാൻ വന്ന പുതിയ അസിസ്റ്റൻസ്? ഞങ്ങള്. ഓ, ഇതാര്? സുചിത്ര തമ്പുരാട്ടിയുടെ അമ്മയോ? അല്ല, ഇപ്പൊ എവിടുത്തെ മജിസ്ട്രേറ്റാ? ഇപ്പൊ ഏത് വീട്ടിലെ എച്ചൽ പാത്രം കഴുകലാ ജോലിന്ന്? തള്ളേ, നിങ്ങളുടെ മോളില്ലേ ആ വന്ദന, എന്റെ കുഞ്ഞിനെ കൊന്നവള്. അവളെ സപ്പോർട്ട് ചെയ്ത സുചിത്ര ഉണ്ടല്ലോ, അവളാ ഇപ്പം കുടുംബ വീട്ടിലെ ഭരണം. ഞാൻ അവൾക്ക് അടിമപ്പണി ചെയ്യണം പോലും. എച്ചിൽ പാത്രം വരെ കഴുകണം അത്രേ. അവളുടെ ഭരണത്തിൽ പൊറുതി മുട്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത്. അവിടെ മോള് കുട്ടിച്ചോറാക്കി, ഇനി ഇവിടെ തള്ള കയറി വന്ന് കുട്ടിച്ചോറാക്കാന്നാണോ വിചാരിക്കുന്നത്? നിങ്ങളെയൊക്കെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? വെറുതെ സമയം കളയാതെ പോ നോക്ക്. മിണ്ടരുത്. പറയുന്ന ജോലി ചെയ്താ മതി. ഞങ്ങള് വീട്ടുജോലിക്കാരാണ് എന്ന് വെച്ച് അല്പം മാന്യമായിട്ട് പെരുമാറിക്കൂടെ? നീ ആരാടി? മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങി പൊക്കോണം ഈ കോമ്പൗണ്ടിന്ന്. ഇല്ലെങ്കിലേ നോടിച്ച് കരണം പൊട്ടിക്കും ഞാൻ. ഹരിതേ, അവരെ അപമാനിക്കാതെ അവരങ്ങ് പോയിക്കോട്ടെ. പോണം. മേലിൽ ഈ കോമ്പൗണ്ടിൽ കേറാനും പാടില്ല. നിങ്ങൾ ഇപ്പൊ പോയിക്കും. ഒന്ന് പോ. വേണ്ട, ഈ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. കണ്ണി കണ്ട എരപ്പകളെയൊക്കെ വിളിച്ചു കൂട്ടി അസോസിയേഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു. വൃത്തിയും മെനയുമായിട്ടെ ഇതങ്ങോട്ട് ഒലക്കാൻ നോക്ക്. ഒരു പണിയും ചെയ്യാൻ വയ്യ.
ഇപ്പൊ സ്വൈരം താ നിന്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഞാനാണോ? എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലേ? ഇപ്പൊ സ്വൈരം നശിക്കുന്നതേ എനിക്കാ. അതിന് കാരണം വന്ദനയാ. ഞാനോ? അതെ. ജഗൻ ജഗൻ അങ്ങനെ തോന്നിയോ? തോന്നിയാൽ നമുക്ക് പിരിയാം. വന്ദനെ, നീ എന്താ പറഞ്ഞേ? പിരിയാമെന്നോ? നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? വന്ദനെ, നീ എന്നെ ഒഴിവാക്കാണ്. എന്തുകൊണ്ടാണ് നീ പെട്ടെന്ന് ഇങ്ങനെ മാറിയെന്ന് ഞാൻ കണ്ടുപിടിക്കും.